ഞങ്ങള് ശ്രീ PV അൻവർ നിലമ്പൂരിലെ ഏത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാലും ആ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കും, UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടുത്തെ MLA ആയിരുന്നു. അദ്ദേഹം റിസൈൻ ചെയ്തുകൊണ്ടാണ് അവിടെ ഇലക്ഷൻ ഉണ്ടായത്. അദ്ദേഹത്തിന്റെ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ മുന്നണി പ്രവേശവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങൾ വിശദമായ ചർച്ച നടത്തും. അൻവർ ഞങ്ങളെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനും ശ്രീ രമേശ് ചെന്നിത്തലയും അദ്ദേഹവുമായിട്ട് സംസാരിക്കും അടുത്ത ദിവസം തന്നെ. അല്ല, അത് ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. UDF-ഉം പാർട്ടിയും, ഞങ്ങൾ UDF-നെ ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പൊ അതിന്റെ ഓൾ ഇന്ത്യ, നമുക്ക് ഇന്ത്യ ഫ്രണ്ടും മറ്റു കാര്യങ്ങളും ഉള്ളതാണ്. അത് AICC നേതൃത്വത്തിന്റെ ഒരു അനുമതിയോട് കൂടിയേ ഞങ്ങൾ ആ തീരുമാനമെടുക്കും. ഒരു നിബന്ധനയും വെച്ചിട്ടില്ല. അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, അത് തെറ്റായ വാർത്തകളാണ് നിങ്ങൾ എല്ലാ ദിവസവും പ്രചരിപ്പിക്കുന്നത്. ഞാൻ ചില ചാനലുകളെ കുറിച്ചാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഒരു വ്യക്തിയും ഒരു പാർട്ടിയും, പ്രത്യേകിച്ച് UDF-ലെ ഒരു ഘടകകക്ഷിയും പുറത്തുള്ള ഒരാളും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല. ഇതുവരെ ഒരു സമ്മർദ്ദത്തിന് ഞങ്ങൾ വഴങ്ങുകയും ഞങ്ങൾ തീരുമാനിക്കുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ്. അൻവർ പല പ്രാവശ്യം വ്യക്തമായിട്ട് പറഞ്ഞത്, ആദ്യം പറഞ്ഞത് അദ്ദേഹം, അതിനുശേഷം വ്യക്തമായി അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചിട്ടാണ് അദ്ദേഹത്തെ ബോധ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞിട്ട് ഏത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്, ആരെയാണ് പാർട്ടി പ്രഖ്യാപിക്കുന്നത്, അവർക്ക് നിരുപാധികം പിന്തുണ നൽകും എന്ന് അദ്ദേഹമാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ കോൺഗ്രസിനൊന്ന് വിടുക. ഞാൻ ഒരു ചാനലുകാരോട് പറയാം, കോൺഗ്രസിനൊന്ന് വിടുക. നിങ്ങൾക്ക് CPM-ന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ച് അന്വേഷിക്കേണ്ടത്, അല്ല നിങ്ങൾക്ക് അതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടത്, അല്ല നിങ്ങൾക്ക് BJP-യുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് അന്വേഷിക്കേണ്ടത്. നിങ്ങളിത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ തീരുമാനിക്കണേ. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശവും ദയവ് ചെയ്ത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തീരുമാനിക്കരുത് സ്ഥാനാർത്ഥിയെ. നിങ്ങൾ രാവിലെ ഒരാളെ തീരുമാനിക്കും, ഉച്ചയ്ക്ക് പറയാൻ തൂക്കം കുറഞ്ഞു, വേറൊരാൾക്ക് തൂക്കം കൂടിയെന്ന് പറയും. നിങ്ങൾ നിങ്ങളുടെ ക്രെഡിബിലിറ്റി കളയരുത്, നിങ്ങളുടെ വിശ്വാസ്യത നിങ്ങൾ കളയരുത്. പ്ലീസ്, പാർട്ടിയെ ബന്ധപ്പെടണം, കോൺഗ്രസിനെ ബന്ധപ്പെടണം. നിങ്ങൾ അതെല്ലാം ഞങ്ങൾ ഇതായിട്ട് സംസാരിക്കേണ്ട കാര്യമാണ്. നിങ്ങളെ അറിയിക്കേണ്ട സമയത്ത് ഉചിതമായി അത് അറിയിക്കും. ഉചിതമായ സമയത്ത് ഞങ്ങൾ അറിയിക്കും. ഞങ്ങൾ ഉചിതമായ സമയത്ത്, ഞാൻ പറഞ്ഞല്ലോ, ചർച്ച നടക്കുമെന്ന് പറഞ്ഞു. ചർച്ച നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിൽ ഇപ്പോഴേ തന്നെ അഡ്വാൻസ് ഞാൻ പറഞ്ഞാൽ എന്തൊരു ഇംപ്രോപ്പറേറ്റ് ഞാൻ കാണിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് വാർത്ത ഉണ്ടാക്കാൻ പറ്റില്ല. ഈ പ്രതിപക്ഷ നേതാവ് ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ UDF ചെയർമാൻ നിലയിൽ അദ്ദേഹം അഭിപ്രായം വളരെ പറയാമോ, രാത്രി ചർച്ചയ്ക്ക് വയ്ക്കാം, അദ്ദേഹം അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അതാണ് അതിന് ചർച്ചയ്ക്കുള്ള സാധനം ഇന്ത്യയിൽ നിന്ന് കിട്ടിയത്.